ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആട്ടോ. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. സോ രാവിലെ തന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് പ്രൊഡക്റ്റീവായിട്ടിരിക്കാവുന്ന. അപ്പം നമ്മുടെ രാവിലത്തെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഫേസ് കുറച്ച് ഡള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ വിചാരിച്ച് കുറച്ച് ഐസ് പാക്ക് അപ്ലൈ ആക്കാമെന്ന്. ഞാനങ്ങനെ ഇന്നൊന്നും ചെയ്യുന്ന ആളല്ല, എനിക്ക് തോന്നണം ചെയ്യണമെങ്കിൽ. പിന്നെ ഐസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പം കുറച്ച് ഗ്ലോ ഉള്ളതായിട്ടും പഫിനെസ് കുറയുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ജനലിലൂടെ വെളിയിലോട്ട് നോക്കുമായിരുന്നേ. കാരണം വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, അമ്മാതിരി വെയിലാണ് ഇവിടെ ഇപ്പം. നമുക്ക് ടോളറേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പ്രൊഡക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാവുന്ന. ഇന്ന് ആരെയൊക്കെ മീറ്റ് ചെയ്യാം, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടാക്കാവുന്നു. ബട്ട് ഇടയ്ക്ക് വെച്ച് എൻ്റെ മൈൻഡ് എവിടേക്കോ പോകുന്നുണ്ട്. പിന്നെ അത് തിരിച്ചു വന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എവിടെയൊക്കെ പോകണമെന്നൊക്കെ കറക്റ്റായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഈ വിശപ്പിൻ്റെ വിളി ഇങ്ങനെ വന്ന് കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റായി ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്ന്. യോഗേർട്ട് വിത്ത് ഫ്രൂട്ട്സ് ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി യോഗേർട്ട് ആക്കാമെന്ന്. കൂടാതെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഉണ്ടായിരുന്നു, അപ്പം നമുക്ക് ബാക്കി അത് വെച്ച് അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എനിക്കിന്ന് ഒരാളെ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മുടെ അടുത്ത ആൾ തന്നെ. ബട്ട് ആൾ കുറച്ച് ഷൈ ആണ്. ക്യാമറയ്ക്ക് മുന്നിൽ വരുമോ എന്തുവാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. സോ ദിസ് ഈസ് മിസ്റ്റർ മിട്ടു. ആൾ കുറച്ച് ഷൈ ടൈപ്പാണ് കേട്ടോ. സംസാരിക്കുന്നതൊന്നും അങ്ങനെ പൊതുവെ ഇഷ്ടമല്ലാത്ത ടൈപ്പാണ്. സോ കണ്ടോ, ആൾക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ കുറച്ച് മെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ കുറച്ച് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബോറടിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് മാംഗോ ജ്യൂസും കുറച്ച് കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആഴ്ചയിൽ 2 വട്ടമേ തല നനയ്ക്കാറുള്ളൂ. കാരണം ഞാൻ ഹെയറിലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വട്ടം ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ ആയിരിക്കും പോകുന്നതെന്ന്. പിന്നെ ഞാൻ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കൈയും കാലും ഒക്കെ ഭയങ്കര ഡ്രൈ ആട്ടോ. അപ്പം ഇത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഒരു സെറം, ഇതൊരു വിറ്റാമിൻ സിയുടെ ഒരു സെറമാണ്. അപ്പം ഇതും ഡെയിലി ഞാൻ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാൻ മുടക്കമില്ലാതെ അപ്ലൈ ആക്കുന്നത്. അങ്ങനെ അത് 2 അപ്ലൈ ചെയ്തത് കണ്ണാടി നോക്കിയപ്പോൾ എന്തോ ഒരു കുറവ് മാതിരി. അപ്പോൾ ഒരു പൊട്ടും കൂടെ അങ്ങ് വെച്ച് കൊടുത്തു. ഇപ്പോൾ ഓൾ സെറ്റായിട്ടില്ലേ. അപ്പോൾ കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. 2-3 ദിവസത്തെ ഉണ്ടായിരുന്നു, പെൻഡിങ് ആയിട്ട് പോയി. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ടൈമറും സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം വിരിച്ചിട്ടിട്ടുണ്ട്. വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര വെയിലാട്ടോ. അതിൻ്റെ കൂടെ ഒരു ചെറിയ കാറ്റും ഉണ്ട്. അപ്പോൾ ചെറിയൊരു കാറ്റ് കണ്ടിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയതാട്ടോ. ടൈം ഒരു 5 മണി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വെയിലിനൊന്നും ഒരു കുറവില്ല. അങ്ങനെ വൈകിട്ട് നമ്മൾ അടയാട്ടോ കഴിച്ചത്. അങ്ങനെ വൈകിട്ട് കുറച്ച് നേരം നമ്മളിത് പൂജാമുറിയിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തി എന്നെ വിളിച്ചുകൊണ്ട് പോയതാട്ടോ ഈ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ എന്തോന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവൾ ഇടയ്ക്ക് വെച്ച് പറഞ്ഞ എന്തോ കോസ്റ്റ്യൂം മാറ്റുന്ന എന്തോ ഒരു ഗെയിമാണ്. ബട്ട് കൊള്ളാം കേട്ടോ. രാത്രിയിൽ ഞാൻ പുട്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ് എൻ്റെ വീഡിയോ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു, ഒരു പരീക്ഷണം തന്നെ ആയിരുന്നു. അപ്പോൾ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും എൻ്റെ വീഡിയോ കാണണം. അപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.